കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളക്കൽ പറമ്പ് പാടത്ത് 3 മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ 150-ലധികം വാഴകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കർഷക സംഘം നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. തോട്ടര സ്വദേശിയായ മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള വാഴകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് സ്ഥലം സന്ദർശിച്ച കർഷക സംഘം നേതാക്കളുടെ ആരോപണം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ പറഞ്ഞു. പൊതുവെ കാർഷിക മേഖല പിറകോട്ടടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇന്ന് രാജ്യത്താകെ നിലനിൽക്കുകയാണ്. കൃഷിക്കാരൻ പെടാപ്പാട് പെട്ടുകൊണ്ട് അവൻ്റെ ഒരു ജീവിതോപാധി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഈ മുജീബ് ഇവിടെ വാഴ കൃഷി ആരംഭിച്ച് അതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ സുമാർ 150ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പൂക്കോട്ടുകാവിൽ തന്നെ ആലുംകുളം പരിസരത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടമ്പഴിപ്പുറത്ത് വാഴയും കവുങ്ങും വെട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സംഘടിതമായി ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഇതിനെതിരായി മുജീബ് കർഷക സംഘം പ്രവർത്തകരോടും പൊതുപ്രസ്ഥാനത്തിനോടുമെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. MLAയ്ക്കും പരാതി കൊടുത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. സമൂഹത്തിലെ കർഷകർക്ക് സംരക്ഷണം നൽകാൻ CPIM-ഉം കർഷക സംഘവും പ്രതിജ്ഞാബദ്ധമാണെന്ന് CPIM ഏരിയ സെക്രട്ടറിയും കർഷക സംഘം ഏരിയ പ്രസിഡന്റുമായ K. ജയദേവൻ പറഞ്ഞു. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. അല്ലാത്തപക്ഷം കർഷകന് പൂർണ്ണ പിന്തുണയുമായി CPIM-ഉം കർഷക സംഘവും ഉണ്ടാകുമെന്നും ജയദേവൻ പറഞ്ഞു. മുജീബ് റഹ്മാൻ എന്നു പേരുള്ള ഒരു കർഷകൻ, അദ്ദേഹം താമസിക്കുന്നത് കരിമ്പുഴ പഞ്ചായത്തിലാണ്. ഇവിടെ വന്ന് 10-30 സെൻറ്റ് പാടം വാങ്ങിച്ച് അതിൽ വാഴ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ രാവിലെ പാടത്ത് വന്ന് പണിയെടുക്കാൻ വേണ്ടി പാടത്ത് വന്നപ്പോൾ അതിലൊരു 150-150ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കപ്പെട്ട തരത്തിൽ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ പാടത്തിൻ്റെ തൊട്ടടുത്ത് മധുചന്ദ്രൻ എന്ന പേരിൽ ഒരു വ്യക്തി താമസിക്കുന്നുണ്ട്. അയാൾക്ക് ഈ കൃഷിഭൂമി വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നു. അത് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അയാളുടെ ആവശ്യം ഇയാൾ ഈ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകണം. ഈ ഭൂമി അയാൾക്ക് കിട്ടണം. അയാൾക്കത് സൗകര്യമാണ്, അയാളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനുവേണ്ടി നാനാതരത്തിൽ ഈ സാധു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങളായി. നേരത്തെയും പോലീസ് സ്റ്റേഷനിൽ പരാതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. വാഴ വയ്ക്കാൻ വേണ്ടി ഇവിടെ ട്രാക്ടറെല്ലാം ഇറങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് അത് തടയുന്നു. മധുചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അത് പരാതി കൊടുക്കുന്നു. തഹസിൽദാരും മറ്റും അവർക്ക് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് നടിച്ച് ആ വണ്ടി അവിടെ നിന്ന് കയറിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അവസാനം അവർ കൂലിക്ക് ആളെ വെച്ച് പണിയെടുത്തിട്ടാണ് ഈ വാഴ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇയാളിത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം. അതാണ് ആവശ്യം. അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ മധുചന്ദ്രനെ സംബന്ധിച്ച് നേരത്തെയും ഇതുപോലെ ധാരാളം പരാതികളുണ്ട്. ഈ നാട്ടിൽ അയാളൊരു ഒരു ന്യൂസൻസാണ്, ഒരു സാമൂഹ്യമായ വിപത്താണ്. കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായി പല സന്ദർഭങ്ങളിൽ ഞങ്ങളെല്ലാം പല കേസുകളിൽ ഇടപെടുകയും അതിൻ്റെ തുടർ നടപടികളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളിപ്പോൾ വീണ്ടും ആ മട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പം അതിന് അയാളെ സഹായിക്കുന്നതിന് വേണ്ടി BJP ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ രംഗത്തുണ്ട്. അവർ ഈ പഞ്ചായത്തിലുള്ളവരല്ല. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെല്ലാം ഉള്ള ചില ആളുകൾ അവർ BJP ആണ് എന്നാണ് പറയുന്നത്. ഞങ്ങളെല്ലാം പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്, പല സ്ഥലങ്ങളിൽ പോയി നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവിടെയെല്ലാം പോയി ജനങ്ങളെ സംഘടിപ്പിക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അങ്ങനെ പാർട്ടിയും സംഘടനകളും ഉണ്ടാക്കുക എന്ന രീതിയാണ് ഞങ്ങളെല്ലാം സാധാരണ നിലയിൽ പരിശീലിച്ചു വരുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായി ഇവിടെ ഈ പറഞ്ഞ വ്യക്തി ഇവിടെ വരുന്നു, രാവിലെയായ പൂക്കോട്ടുകാവിൽ വരുന്നു, കോൺട്രാക്ടർമാരെ വിളിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, വിവരാവകാശം കൊടുക്കുന്നു, പണം വാങ്ങിക്കുന്നു. ഇതാണ് അവരുടെ പാർട്ടി പ്രവർത്തനം. അത് BJPയുടെ നേതൃത്വം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
ഈ പഞ്ചായത്തിൽ തന്നെ നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ കല്ലൂഴി ആലുംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് വാഴ വെട്ടുകയുണ്ടായി. അപ്പോൾ അതിന് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസിനോട് ആവശ്യപ്പെടാനുള്ളൊരു കാര്യം, മധുചന്ദ്രനെതിരായിട്ടാണ് പരാതി, അല്ലാണ്ട് വാഴ കാറ്റത്ത് പൊട്ടി വീണതല്ല. വില്ലേജ് ഓഫീസർ വന്ന് പരിശോധിച്ച് നഷ്ടപരിഹാരം കൊടുക്കേണ്ടുന്ന കേസല്ല. വളരെ സ്പെസിഫിക്കാണ്, കൃത്യമാണ്. അപ്പോൾ അയാളെ വിളിക്കണം, അന്വേഷിക്കണം, നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നാട്ടിലെ കർഷകർക്ക് സംരക്ഷണം കൊടുക്കാൻ CPIM-നും കർഷക സംഘത്തിനും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അത് ഞങ്ങൾ ചെയ്യും. അപ്പോൾ പിന്നെ നിയമം കയ്യിലെടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലീസും മറ്റും വരാതിരിക്കുന്നതാവും നന്നാവുക. ഈ കാര്യം വളരെ കൃത്യമായി പറയാൻ CPIM-ൻ്റെയും കർഷക സംഘത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ അവസരത്തിൽ അത് പറയുകയാണ്.